സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നെൻ മനുവേലിനെ ദൂതർ ചുവാഴ്ത്ത് സുന്ദരനാ മണവാളനെ ദൂതർ സ്തുതിച്ചു വാഴ്ത്ത് സുന്ദരനാ മണവാളനെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. प्रभु यीशु मसीह के नाम की स्तुति हो. यहाँ पर आए हुए सभी भाई और बहनों को प्रभु यीशु मसीह के नाम से नमस्कार. വീണ്ടും ഒരു കർത്തൃദിനം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. एक और बार प्रभु यीशु मसीह ने उसकी आराधना करने के लिए हम सबके जीवन में दिए हुए सुंदर समय के लिए धन्यवाद देता हूँ. വരുന്ന ദിവസങ്ങളും ദൈവം നമ്മെ ധാരാളമായി സഹായിപ്പാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. आने वाले दिनों में प्रभु यीशु मसीह और अधिक हमारी सहायता करने के लिए हम प्रभु यीशु मसीह से प्रार्थना करते रहे. നാം ആയിരിക്കുന്ന ഇടങ്ങളൊക്കെ ദൈവം നമ്മെ സൂക്ഷിക്കുന്നു, പരിപാലിക്കുന്നു. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരം നമ്മോട് കൂടെയുണ്ട്. हम जहाँ भी रहते हैं प्रभु यीशु मसीह हमें संभालता है. प्रभु यीशु मसीह की आशीष हमारे ऊपर रहती है. നാം ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം ദൈവികമാകുന്ന സൂക്ഷിപ്പ് നമ്മുടെ മേലുണ്ട്. जब तक हम इस भूमि पर जीवित है प्रभु यीशु मसीह की सहायता हमारे ऊपर है. എന്താണ് യഥാർത്ഥമായ ദൈവിക സൂക്ഷിപ്പെന്ന് പറഞ്ഞാൽ? यथार्थ रूप से प्रभु यीशु मसीह के जो हमें जो रक्षा करता है उसका मतलब क्या है? വാസ്തവത്തിൽ ഈ ലോകത്തിൽ ലഭിക്കുന്ന ഒരു മാനുഷികമായ ഒരു സൂക്ഷിപ്പല്ല. इस दुनिया जिस प्रकार एक सहायता करती है उस प्रकार नहीं है. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ ഇതിനൊക്കെ ദൈവം നമ്മെ വിടുവിക്കുന്നുണ്ട്. इस दुनिया में जब रहते हैं तो कई प्रकार की तकलीफों से, परेशानियों से, बीमारियों से, दुर्घटनाओं से परमेश्वर हमारी सहायता करता है. എന്നാൽ രോഗത്തിൽ കൂടെ, അനർത്ഥങ്ങൾ കൂടെ പലര് ദൈവമക്കൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതുമുണ്ട്. लेकिन इस बीमारी से, दुर्घटना से कई परमेश्वर के लोग भी इस दुनिया से अलग हो जाते हैं. എന്നാൽ യഥാർത്ഥമായി സൂക്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? लेकिन यथार्थ रूप से जो प्रभु यीशु मसीह का संभालना वो कैसा है? എൻ്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ വാക്യം എടുത്ത് വായിക്കുന്നില്ല. मेरा विषय वो नहीं है, इसलिए मैं वाक्य को लेकर उसके बारे में समझाना नहीं चाहता. യൂദയുടെ ലേഖനത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. यूदा की किताब में इस प्रकार लिखा है, വീഴാതെ നമ്മളെ മഹിമാസന്നിധിയിൽ നിർത്തുവാൻ കഴിവുള്ളവൻ. बिना गिरे प्रभु यीशु मसीह के सम्मुख हमें खड़ा रखने के लिए. എന്ന് പറഞ്ഞ് ഈ ലോക ജീവിതത്തിൽ വീണു പോകാതെ, इसका मतलब ये कि इस दुनिया में रहते समय हम इस दुनिया के सामने ना गिरने के लिए, നമ്മുടെ വിശ്വാസം ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ, हमारा विश्वास इस जीवन से नष्ट ना हो, इसलिए ഏതെല്ലാം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും ആമേൻ കൃപയിൽ നമ്മെ നിലനിർത്തുന്നതാണ് യഥാർത്ഥമായ ദൈവിക സൂക്ഷിപ്പ് എന്ന് പറയുന്നത്. कितनी प्रकार की तकलीफ परेशानी हमारे जीवन में क्यों ना है, लेकिन प्रभु यीशु मसीह के लिए विश्वास का जीवन जीने की एक कोशिश. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, प्रेरित पौलुस इस प्रकार कहता ഞാൻ है, ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, मैं जिसके ऊपर भरोसा रखता हूँ അതാരാണെന്ന് ഞാൻ അറിയുന്നു. वो कौन है उसके बारे में मैं समझता हूँ. അവൻ എൻ്റെ ഉപനിധി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനുള്ള ഏറ്റവും വിലയേറിയ ഒന്നിനെയാണ് അങ്ങനെ പറയുന്നത്. एक कीमती चीज के बारे में ऐसा कहा जाता है. ആ ദിവസം വരെ കാക്കുവാൻ അവൻ ശക്തനാണ്. आखिरी समय तक प्रभु परमेश्वर हमें संभालने के लिए विश्वास योग्य है. പൗലോസിന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതികൂലത്തിന്റെ കാറ്റുകൾ ആഞ്ഞടിച്ചു. प्रेरित पौलुस के जीवन में कई प्रकार की प्रतिकूल परिस्थितियां आई थी. ഒത്തിരി കഷ്ടങ്ങളും രോഗങ്ങളും നിരാശകളും ഒക്കെ തന്റെ ഭക്തന്റെ ജീവിതത്തിൽ കടന്നു വന്നു. कई प्रकार की कष्ट, बीमारियां और निराशा उसके जीवन में आई थी. ഈ പ്രതികൂലത്തിന്റെ കാറ്റുകൾക്കൊന്നും ഭക്തനെ ദൈവ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കുവാൻ കഴിഞ്ഞില്ല. लेकिन प्रतिकूल परिस्थितियों को भी प्रभु यीशु मसीह के सामने से प्रभु के भक्ति को अलग नहीं कर सकते. പൗലോസ് പറയുന്ന വാക്കിന്റെ അർത്ഥം ഞാൻ എൻ്റെ ആത്മരക്ഷയെ അല്ലെങ്കിൽ എൻ്റെ നിത്യജീവനെ ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. यहाँ पर प्रेरित पौलुस प्रकार कहता है कि मेरी आत्मा की रक्षा को मैं प्रभु यीशु मसीह के हाथों में सौंपता हूं. എൻ്റെ ആത്മരക്ഷ നഷ്ടമാകാതെ ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന സമയം വരെ ഈ ഭൂമിയിൽ എന്നെ സൂക്ഷിക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. मेरी आत्मा की शक्ति नाश न हो, आखिरी समय तक प्रभु परमेश्वर मुझे इस दुनिया में रक्षा करने वाला है. അതുകൊണ്ട് യഥാർത്ഥമായ സൂക്ഷിപ്പെന്ന് പറയുന്നത് കൃപയിൽ നിലനിൽക്കുവാൻ, വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ, രക്ഷ നഷ്ടപ്പെടാതിരിക്കുവാൻ ദൈവം നമ്മെ സൂക്ഷിക്കുന്നതാണ് യഥാർത്ഥമായ സൂക്ഷിപ്പെന്ന് പറയുന്നത്. जो यथार्थ परमेश्वर हमें संभालता है उसका मतलब ये है कि हमें दुनिया में कहीं और ना फिर प्रभु यीशु मसीह के विश्वास में खड़े रहना. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, കർത്താവ്
എന്തെല്ലാം വന്നാലും വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ ഇടയാക്കുമാറാകണമേ. इसलिए इन दिनों में प्रभु यीशु मसीह इस प्रकार प्रार्थना करते हैं, कितनी प्रकार की बुरी परिस्थिति क्यों ना हो, लेकिन उस परिस्थिति में प्रभु यीशु मसीह के लिए विश्वास से जीवन जिए. കൃപയിൽ നിന്ന് വീണു പോകുവാനോ വഴിയിൽ പട്ടുപോകുവാനോ അവിടുന്ന് അനുവദിക്കരുത്. मैं किसी भी प्रकार के रास्ते में किसी बाधा का शिकार ना बनूं, ऐसा हम प्रार्थना करें. എന്റെ നാട്ടിലെത്തുവോളം ഈ മരുഭൂമിയിൽ എന്നെ സൂക്ഷിച്ചു കൊള്ളണമേ. मैं अपने घर में पहुंचने समय तक इस मरुस्थल में प्रभु यीशु मसीह मेरी सहायता करें. എന്റെ കുടുംബത്തെയും എന്റെ കുഞ്ഞുങ്ങളെയും നീ കാത്തുപരിപാലിച്ചു കൊള്ളണമേ. मेरे परिवार को, मेरे बच्चों को प्रभु यीशु मसीह संभाले. ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. प्रभु यीशु मसीह हाथों में अपने आप को सौंपे. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു വാക്യം വായിക്കാം. आज के मनन के लिए हम एक आयत पढ़ें. 1 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 18-ഉം 19-ഉം വാക്യം കൂടെ വായിച്ചാട്ടെ. पहला पत्रस उसका पहला अध्याय उसका 18वां और 19वां आयत. നിങ്ങളെ മലയാളത്തിൽ വായിച്ചു. 1 പത്രോസ് 3-ന്റെ 18-19 ഹിന്ദിയിലും. അതല്ല അങ്ങളെ 1 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 18-19. അത് തന്നെ. യാ पहला पत्रस 3रा अध्याय उसका 18 से नीचे की ओर पढ़ रहा हूँ. इसलिए कि मसीह ने भी अर्थात अधर्मियों के लिए धर्मी ने पापों के कारण एक बार दुख उठाया ताकि हमें परमेश्वर के पास पहुँचाया. वह शरीर के भाव से तो घात किया गया पर आत्मा के भाव से जिलाया गया. उसने जाकर कैदी आत्माओं को भी प्रचार किया जिन्होंने उस बीते समय में आज्ञा ना मानी, जब परमेश्वर नूह के दिनों में धीरज धरकर ठहरा रहा और वह जहाज बना रहा था जिसमें बैठकर थोड़े लोग अर्थात 8 प्राणी पानी के द्वारा बच गए. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്തിനു വേണ്ടിയാണ് ക്രിസ്തു കഷ്ടം സഹിച്ചതെന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. पिछले दिनों में हम इसी बात की चिंता कर रहे थे कि प्रभु यीशु मसीह ने कष्ट क्यों उठाया. അതിനോടുള്ള ബന്ധത്തിലാണ് ഇന്നത്തെ ഈ വാക്യങ്ങൾ വായിക്കുവാനിടയായി തീർന്നത്. उसी के संबंध में मैं इसी वाक्य को आगे की ओर बढ़ रहा हूँ. നാം വായിച്ച 19-ാമത്തെ വാക്യം വ്യാഖ്യാനിക്കുവാൻ അല്പം പ്രയാസമുള്ളൊരു വേദവാക്യമാണ്. यहाँ पर पढ़ा हुआ जो वचन है उसमें 19वां आयत थोड़ा सा कठिन है इसकी व्याख्या करना. അത് പല രീതിയിലും പലരും പല വിധത്തിലാണ് പഠിപ്പിക്കുന്നത്. इसके बारे में कई लोग कई रीति से पढ़ाते हैं. എന്നാൽ പിന്നീട് നമുക്ക് അതിലേക്ക് കടന്നു വരാം. 18-ാമത്തെ വാക്യത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. यहाँ पर अभी हम 18वें आयत के बारे में चिंतन करें. ഇവിടെ ക്രിസ്തു എന്തിനാണ് കഷ്ടം സഹിച്ചതെന്ന് പത്രോസ് ഇവിടെ എഴുതിയിരിക്കുന്നു. यहाँ पर प्रेरित पत्रस यहाँ लिखा है कि मसीह ने कष्ट क्यों उठाया. ഇവിടെ എഴുതിയിരിക്കുന്നു ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്. परमेश्वर ने यहाँ पर लिखा है कि अधर्मियों के लिए धर्मी ने पापों के कारण एक बार दुख उठाया ताकि हमें परमेश्वर के पास पहुँचाए. നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം കഷ്ടം സഹിച്ചു. अर्थात अधर्मियों के लिए धर्मी ने पापों के कारण दुख उठाया. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നീതിമാനാണ്. हमारा प्रभु यीशु मसीह धर्मी है. അവനിൽ പാപമില്ല. प्रभु यीशु मसीह में कोई पाप नहीं है. അവൻ പാപം ചെയ്തിട്ടില്ലെന്ന് യോഹന്നാൻ പറയുന്നു. यूहन्ना कहता है कि प्रभु यीशु मसीह ने कोई पाप नहीं किया. അവനിൽ പാപമില്ലെന്ന് പത്രോസ് പറയുന്നു. पतरस कहता है प्रभु यीशु मसीह में कोई पाप नहीं है. അത് യേശുവിനെ ശിക്ഷയ്ക്ക് വിധിച്ച പീലാത്തോസ് പറയുന്നു ഈ മനുഷ്യനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. यीशु को शिक्षा दिए हुए पिलातुस भी खुद कहता है कि मैं इस मनुष्य में कोई पाप नहीं पाता. പീലാത്തോസിന്റെ ഭാര്യ പറയുന്ന ആ നീതിമാന്റെ കാര്യത്തിൽ നീ ഇടപെടരുത്. पिलातुस की पत्नी खुद स्वयं कहती है कि उस धर्मी के विषय में तू हाथ ना डालना. യേശുവിനെ കാണിച്ചു കൊടുത്ത യൂദ പറയുന്നു ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെയാണ് കാണിച്ചു കൊടുത്തത്. यीशु को दिखाया हुआ उस यूदा खुद कहता है कि मैंने बिना पाप के एक मनुष्य को दिखाया. യേശുവിന്റെ ക്രൂശീകരണത്തിലുണ്ടായ ആ ശതാധിപൻ പറയുകയാണ് ഈ മനുഷ്യൻ വാസ്തവമായ ഒരു നീതിമാനായിരുന്നു. यीशु के साथ क्रूसित किए गए व्यक्ति खुद कहते हैं कि प्रभु यीशु मसीह धर्मी है. തന്നോടുകൂടെ മരിച്ച ഒരു കള്ളൻ പറയാണ്
അത് ഇവനിൽ ഒരു കുറ്റവുമില്ല എന്ന്. यीशु मसीह के साथ मरे हुए एक चोर कहता है कि प्रभु यीशु मसीह में कोई भी पाप नहीं है। ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. प्रभु यीशु मसीह ने ना करने वाला कोई भी काम नहीं किया। അപ്പൊ യേശു തന്നെ ചോദിക്കുന്നു, എന്റെ പാപത്തെ കുറിച്ച് നിങ്ങളിൽ ആർക്കെന്നെ ബോധം വരുത്താം? इसलिए प्रभु यीशु मसीह खुद कहता है कि मेरे पाप के बारे में कौन क्या कह सकता है। അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നീതിമാനാണ്. इसका मतलब हमारा प्रभु यीशु मसीह धर्मी है। അവനിൽ പാപമില്ല. प्रभु यीशु मसीह में कोई पाप नहीं है। യേശുവിന് പാപം ചെയ്യേണ്ട കാര്യമില്ല. प्रभु यीशु मसीह को पाप करने की कोई आवश्यकता नहीं है। പലരും ഇപ്രകാരം പറയുന്നത് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. कई लोग इस प्रकार कहते हुए हम सुनते हैं। യേശു ക്രിസ്തുവിന് പാപം ചെയ്യാൻ കഴിയാത്ത ഒരു ശരീരത്തിലാണ് പിതാവാം ദൈവം ഈ ഭൂമിയിൽ ജനനം കൊടുത്തത്, അതുകൊണ്ട് പാപം ചെയ്യുന്നില്ലെന്ന്. कई लोग ये कहते हैं कि प्रभु यीशु मसीह को प्रभु परमेश्वर ने इस प्रकार का शरीर दिया कि उस शरीर में कोई पाप नहीं कर सकता। എന്നാൽ അതിനപ്പുറമായി നമ്മൾ ചിന്തിക്കുമ്പോൾ लेकिन हम उससे बढ़कर कुछ चिंता करते हैं। യേശു ക്രിസ്തുവിന് പാപം ചെയ്യേണ്ട കാര്യമില്ല. प्रभु यीशु मसीह को पाप करने की कोई आवश्यकता नहीं थी। മനുഷ്യൻ എന്തിനു വേണ്ടിയാണ് പാപം ചെയ്യുന്നത്? मनुष्य क्यों पाप करता है? ഈ ലോകത്തിലെ ചില അനുഗ്രഹത്തിനു വേണ്ടി, इस दुनिया के कुछ आशीष प्राप्त അല്ല करने ഈ के लिए, ജഡത്തിന്റെ എന്തെങ്കിലും സുഖത്തിനു വേണ്ടി, या फिर इस दुनिया के कुछ सुख प्राप्त करने के लिए, ഇതിനൊക്കെ വേണ്ടിയാണ് മനുഷ്യൻ പാപം ചെയ്യുന്നത്. इन सभी चीजों के लिए मनुष्य पाप करता എന്നാൽ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ആരാണ്? है। लेकिन हमारा प्रभु यीशु मसीह कौन है? അവൻ സകല മഹിമകളെയും സ്വർഗീയ അനുഗ്രഹങ്ങളെ കൃപകളെയും വിട്ടിത്താണ് ലോകത്തിലേക്ക് വന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പാപം ചെയ്യേണ്ട കാര്യമില്ല. हमारा प्रभु यीशु मसीह जो स्वर्ग की सारी आशीषों को महिमा को छोड़कर इस दुनिया में आया, उससे पाप करने की कोई आवश्यकता नहीं। അതുമാത്രമല്ല, പാപം ചെയ്യാത്തൊരുവന് മാത്രമേ മനുഷ്യനെ തന്റെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയത്തുള്ളൂ. लेकिन इसका एक कारण ये भी है कि जिसने कोई पाप नहीं किया वही व्यक्ति एक पापी मनुष्य को उसको पाप से छुटकारा दे ആ सकता है। മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് മനുഷ്യൻ അകന്നു പോകുവാനിടയായി തീർന്നു. जब मनुष्य ने पाप किया तो वो मनुष्य प्रभु परमेश्वर के सामने से दूर होता चला गया। അങ്ങനെ പാപം ചെയ്ത് അകന്നുപോയ മനുഷ്യനെ പിതാവാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുപ്പിക്കുവാൻ ആരുമില്ലാതെ വന്നു. जब ऐसा पाप किया मनुष्य प्रभु परमेश्वर दूर चला गया, तब मनुष्य को परमेश्वर के पास लगने वाला कोई व्यक्ति नहीं था। മനുഷ്യനെ രക്ഷിക്കുവാൻ ആരുമില്ല. मनुष्य को उद्धार करने के लिए कोई व्यक्ति नहीं था। ആ പാപത്തിന്റെ ശമ്പളമായ മരണം ഏറ്റുകൊണ്ട് മനുഷ്യൻ എന്നേക്കുമായി നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. मनुष्य ने जो पाप किया उसके रूप में मृत्यु प्राप्त कर हमेशा परमेश्वर दूर होता चला गया। പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ആരുമില്ല. उस पाप से छुटकारा देने के लिए मनुष्य को इस दुनिया में कोई नहीं था। നമ്മെ വീണ്ടെടുക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് കഷ്ടം സഹിച്ചത്. हम सबको उस पाप से छुटकारा देने के लिए प्रभु यीशु मसीह ने दुनिया में आकर कई प्रकार के दुख सहे। വചനം പറയുന്നു മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. वचन कहता है कि जो मनुष्य का छुटकारा है वो किसी से नहीं हो सकता। കാരണം എന്തെന്ന് ചോദിച്ചാൽ उसका कारण पूछे तो മനുഷ്യന്റെ വീണ്ടെടുപ്പിന്റെ വില കൊടുക്കുവാൻ ആരെ കൊണ്ടും കഴിയത്തില്ല. क्योंकि उस मनुष्य के पाप की जो कीमत है कोई नहीं चुका सकता। സങ്കീർത്തനം 49-ാമത്തെ സങ്കീർത്തനം എടുത്ത് 49-ാമത്തെ സങ്കീർത്തനം അതിന്റെ 7 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാണ്. भजन संहिता 49 उसका 7वें आयत से नीचे को हम पढ़ेंगे। 49 ഓക്കെ, 49 भजन संहिता 7वें अध्याय नीचे को हम पढ़ेंगे 7 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ 7 से 9 तक। ഇവിടെ പ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. यहाँ पर इस प्रकार लिखा हुआ है, उनमें से कोई अपने भाई को किसी भांति छुड़ा नहीं सकता है और ना परमेश्वर को उसकी संत्य प्रायश्चित में कुछ दे सकता है, क्योंकि उनके प्राण की छुड़ौती भारी है, वह अंत तक कभी ना चुका सकेंगे। कोई ऐसा नहीं जो सदैव जीवित रहे और कब्र को ना देखे। മതി, നിങ്ങളെ മലയാളത്തിൽ വായിച്ചു. വചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, वचन में इस प्रकार लिखा है, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് जो कब्र को ना देखो सदैव जीवित रहे। ഇവിടെ സഹോദരൻ എന്ന് പറയുന്നത് മനുഷ്യജാതിയെ കുറിച്ചാണ് പറയുന്നത്. यहाँ पर जो भाई के बारे में बताया गया है, इसका मतलब है कि जो मनुष्य എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മരണം കാണാതെ, इसका मतलब है कि मनुष्य कभी भी कब्र को ना देखे, എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന്, हमेशा जीवित रहने के लिए, അതെ അവന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. उसके प्राण की छुड़ौती कोई नहीं चुका सकता। ന്യായപ്രമാണ പ്രകാരം ചിന്തിക്കുമ്പോൾ इस वचन के अनुसार
വീണ്ടെടുക്കണമെങ്കിൽ വീണ്ടെടുപ്പിന് വില കൊടുക്കണം. प्राण की यदि छुड़ौती प्राप्त करना है तो उसका एक कीमत चुकाना पड़ता है. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. हमने जो वचन आज पढ़ा उसमें वचन संहिता 49 का 8 में इस प्रकार लिखा है कि उसके प्राण की छुड़ौती भारी है, वह अंत तक कभी ना चुका सके. കാരണം എന്തെന്ന് ചോദിച്ചാൽ 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, कारण क्या है? उसका 9वां आयत में लिखा हुआ है, അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പിന്റെ വില അത് വിലയേറിയതാണ്. क्योंकि उसकी जो प्राण की कीमत है बहुत ज्यादा कीमती है. അപ്പോൾ ആത്മാവിന്റെ വീണ്ടെടുപ്പിന് വില കൊടുക്കുവാൻ മനുഷ്യനെ കൊണ്ട് കഴിയത്തില്ല. उसके प्राण की छुड़ौती मनुष्य को संभव नहीं है. ആ മനുഷ്യന്റെ ആത്മാവെന്ന് പറയുന്നത് ദൈവിക അംശമാണ്. मनुष्य की आत्मा मतलब परमेश्वर का एक अंश है. അതുകൊണ്ട് ആത്മാവിന് ഒരിക്കലും നാശമില്ല. आत्मा कभी भी नाश नहीं होती है. ആത്മാവ് ഒരിക്കലും നശിച്ചു പോകുന്നില്ല. आत्मा कभी भी नाश नहीं होती है. അതെ, നാം മരിച്ചാലും ആത്മാവ് ദൈവം അതിന് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്കാണ് കടന്നു പോകുന്നത്. लेकिन मनुष्य अपना प्राण छोड़ भी दे, लेकिन शरीर से प्राण अलग होकर परमेश्वर उसके लिए जगह पहुंच जाएगा. പാപം ചെയ്ത മനുഷ്യന്റെ ജീവിതത്തിൽ മരണം കടന്നു വന്നു. जो मनुष्य ने पाप किया उसके जीवन में मृत्यु आएगी. അവന്റെ ആത്മാവ് ദൈവസന്നിധിയിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി. जब उसकी आत्मा परमेश्वर के वचन से फिर गया, ഈ ആത്മാവിനെ വീണ്ടെടുക്കാതെ ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുവാൻ കഴിയത്തില്ല. ये प्राण की छुड़ौती के बिना वो परमेश्वर के पास नहीं पहुंच सकता. വീണ്ടെടുക്കണമെങ്കിൽ വീണ്ടെടുപ്പിന് വില കൊടുക്കണം. इस प्राण को छुटकारा प्राप्त करना है तो उसकी कीमत देना पड़ेगा. നമ്മെ വീണ്ടെടുക്കുവാൻ രണ്ട് കാര്യം കൊണ്ട് ആർക്കും കഴിയത്തില്ല. हमें जो छुटकारा वो दो कारण से संभव नहीं है. ഒന്ന്, വീണ്ടെടുപ്പിന് വില കൊടുക്കണം. क्योंकि उससे प्राण को छुड़ाने के लिए कीमत देनी पड़ती രണ്ട് है. ന്യായപ്രമാണം പഠിക്കുമ്പോൾ जब दूसरा न्याय किताब पढ़ते हैं, അത് മരണയോഗ്യനായവനോട് വീണ്ടെടുപ്പിന് വില വാങ്ങുവാനും പാടില്ല. जो मरने वाला है उससे उसकी कीमत नहीं मांग सकते. ഇപ്പൊ മാനവജാതിയെല്ലാം പ്രൈസ് ദി ലോർഡ് പാപത്തിന്റെ അകത്ത് വീണിരിക്കുകയാണ്. जो मानव जाति है पूरी तरीके से पाप में डूब चुकी है. അവൻ മരണത്തിന് യോഗ്യനാണ്. वो एक मरने के योग्य है. അവനിൽ നിന്ന് വീണ്ടെടുപ്പിന്റെ വില വാങ്ങുവാൻ കഴിയത്തില്ല. उससे मरने की कीमत नहीं मांग सकते. എന്നാൽ ഇത് വീണ്ടെടുപ്പാൻ യോഗ്യനായിരിക്കുന്ന ഒരുവൻ മാത്രമേ ഉള്ളതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. लेकिन मरने की कीमत देने वाला एक ही व्यक्ति है, वो है प्रभु यीशु मसीह. മത്തായി 16:26 യേശു ചോദിക്കുന്നു, मत्ती की किताब 16वां अध्याय उसके 20वां ഒരു आयत में यीशु മനുഷ്യൻ मसीह कहता है, സർവ്വലോകവും നേടിയാലും एक मनुष्य यदि पूरा दुनिया को भी जीत ले, അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്താണ് പ്രയോജനം? लेकिन यदि वो अपनी आत्मा को नष्ट करे तो उसका क्या प्रयोजन? തന്റെ ജീവനെ വീണ്ടെടുക്കുവാൻ മനുഷ്യൻ എന്താണ് വില കൊടുക്കുന്നത്? अपने शरीर अपने जो प्राण की कीमत को छुड़ाने के लिए मनुष्य क्या कीमत दे सकता है? അത് യേശു തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. प्रभु यीशु मसीह खुद पूछने वाला एक അപ്പോൾ सवाल. മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. किसी भी मनुष्य को छुड़ौती कोई नहीं कर सकता. അത് ന്യായപ്രമാണത്തിന് കഴിയത്തില്ല. वो अपने न्याय किताब में भी नहीं लिखा. ആ ദൂതന്മാർക്ക് കഴിയത്തില്ല. किसी भी दूत से पॉसिबल അത് नहीं. ദൂതന്മാർക്ക് കഴിയുമെങ്കിൽ യേശുവിനെ ലോകത്തിലേക്ക് അയക്കേണ്ട കാര്യമില്ലായിരുന്നു. यदि दूत से ऐसा संभव होता तो प्रभु यीशु मसीह को इस दुनिया में भेजने की जरूरत नहीं थी. വീണ്ടെടുപ്പാൻ യോഗ്യൻ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മാത്രമാണ്. छुटकारा प्राप्त करने के लिए प्रभु यीशु मसीह ही योग्य है. ആ 2 कोरिन्ത്യർ 5:21 ഇങ്ങനെ വായിക്കുന്നു, दूसरा कुरिन्थियों के 5:25 इस प्रकार लिखा हुआ है, പാപം അറിയാത്തവനെ पाप के बारे में जिसको नहीं पता. 2 कोरिन्ത്യർ 5-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ, पहला कुरिन्थिय 5वां, सेकंड कोरी दूसरा कुरिन्थियों उसका 5वां आयत अध्याय उसका 25वां आयत 21 का वचन 5:21. 5:21. दूसरा कुरिन्थिय 5:21. അവിടെ പ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, वहां पर इस प्रकार लिखा है, പാപം അറിയാത്തവനെ पाप से जो अज्ञात है നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് हम उसमें होकर परमेश्वर की धार्मिकता बन जाए, इसलिए അവനെ പിതാവാൻ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. प्रभु परमेश्वर ने हमारे लिए उसको पाप कर दिया. ആ റോമർ 8:3 പ്രകാരം വായിക്കുന്നു, रोमियो की किताब 8वां अध्याय उसका 3रा आयत में इस प्रकार लिखा है, പിതാവാൻ ദൈവം തന്റെ പുത്രനെ प्रभु परमेश्वर ने अपने इकलौते पुत्र को പാപജടത്തിൽ पाप से പാപത്തിന് യേശുവിന്റെ ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. प्रभु यीशु मसीह के जीवन में पाप के रूप में शिक्षा दिया. അപ്പോൾ പാപത്തിന്റെ പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ ഉള്ളൂ. इसलिए पाप का जो छुटकारा है वो सिर्फ और सिर्फ प्रभु यीशु मसीह के द्वारा ही हो सकता है. യേശു നമുക്ക് വേണ്ടി കാൽവറിയിൽ കഷ്ടം സഹിച്ചതുകൊണ്ട്, प्रभु यीशु मसीह ने हमारे लिए क्रूस पर कष्ट, കാൽവറിയിൽ മരിച്ചതുകൊണ്ട്, क्रूस पर मृत्यु सहा, इसलिए കാൽവറിയിൽ രക്തം
രക്തം ചീന്തിയത് കൊണ്ട് कालवरी पर प्रभु यीशु मसीह अपना लहू बहाया, इसलिए യേശുവിന്റെ രക്തം കൊണ്ടാണ് മാനവജാതികളാകുന്ന നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്തത്. प्रभु यीशु मसीह के लहू के द्वारा ये मानव जाति को हर एक पाप से छुटकारा मिला है. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. इसलिए निर्गमन की किताब 5वें अध्याय में വെളിപ്പാട് प्रकाशित वाक्य 5वां अध्याय 5-ന്റെ 9-ാമത്തെ വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു. 5 का 9 में इस प्रकार लिखा हुआ है. വെളിപ്പാട് 5-ന്റെ 9-ാമത്തെ വാക്യം. प्रकाशित वाक्य 5वां अध्याय उसका 9वां आयत. वे यह नया गीत गाने लगे, तू इस पुस्तक के लेने और इसकी मुहरे खोलने की योग्य है, क्योंकि तूने वध होकर अपने लहू से അവിടെ എഴുതിയിരിക്കുന്ന നീ യോഗ്യൻ. वहां पर इस प्रकार लिखा है कि तू योग्य है, നീ അറുക്കപ്പെട്ടു, तू सबके लिए बलिदान हुआ है. സകല ഗോത്രത്തിൽ നിന്നും ഭാഷകൾ നീ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. सभी प्रकार के गोत्र से आपने हमें खून देकर खरीदा है. യേശുക്രിസ്തു നമ്മെ വിലയ്ക്ക് വാങ്ങി. प्रभु यीशु मसीह ने हमें खून देकर खरीदा है. എന്താണ് വിലയായിട്ട് പിതാവാൻ ദൈവത്തിന് തന്റെ പുത്രൻ കൊടുത്തത്? प्रभु यीशु मसीह ने अपने पिता को खून के रूप में क्या दिया? വെളിപ്പാട് പുസ്തകത്തിലും 1 പത്രോസ് 1:18 നമുക്ക് കാണുവാൻ കഴിയുന്നത് प्रकाशित वाक्य और पहला पत्रस पहला अध्याय उसका 18 आयत में इस प्रकार लिखा है, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് तुम्हें जो छुटकारा मिला है പൊന്നെ വെള്ളി മുതലായ നശിച്ചു പോകുന്ന ഒരു വസ്തുവിനെയും കൊണ്ടല്ല, चांद या सोने से या किसी प्रकार नाशवान वस्तु से नहीं, യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. प्रभु यीशु मसीह का एक लहू के द्वारा प्रभु यीशु मसीह ने हमें छुटकारा दिया. പിതാവാം ദൈവത്തിന് തന്റെ പുത്രനേക്കാൾ വിലയേറിയതായിട്ട് ഒന്നും തന്നെ ഇല്ല. प्रभु परमेश्वर के लिए अपने पुत्र से ज्यादा कोई भी कीमती चीज नहीं है. വെള്ളിയോ പൊന്നോ കൊടുത്ത് നമ്മെ വീണ്ടെടുക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ അത് അങ്ങനെ ചെയ്യുമായിരുന്നു. सोने या चांदी से ऐसा संभव हो सकता था तो वैसा कर सकते ഇതൊന്നും ആത്മാവിന്റെ വിലയ്ക്ക് തുല്യമാകത്തില്ല. ये कुछ भी आत्मा के छुटकारे के बराबर नहीं है. വചനം പറയുന്നു, वचन इस प्रकार ഒരു कहता है, മനുഷ്യന്റെ ആത്മാവിന്റെ വിലയെന്ന് പറയുന്നത് एक मनुष्य की आत्मा की कीमत का ഈ मतलब എല്ലാ ലോകത്തെക്കാളും വലിയതാണ് ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വിലയെന്ന് പറയുന്നത്. इस दुनिया या दुनिया की सभी चीजों से बढ़कर है किसी मनुष्य की आत्मा की कीमत. അപ്പോൾ വിലയേറിയ മനുഷ്യന്റെ ആത്മാവിനെ വീണ്ടെടുക്കുവാൻ इसलिए उनके बिना कोई कीमत के जब मनुष्य की आत्मा का छुटकारे के लिए വിലയേറിയ യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി കാൽവറിയിൽ ഒഴിക്കുവാനിടയായി वो തീർന്നു. प्रभु यीशु मसीह का कीमती लहू हमारे लिए उस कालवरी पर बलिदान हुआ. ആ വിലയേറിയ രക്തം കൊണ്ടാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. वो उस कीमती लहू से प्रभु यीशु मसीह ने हमें छुटकारा दिया. അപ്പോൾ ദൈവത്തിന് അടുത്തുപോയ അകന്നുപോയ മാനവജാതികളെ इसलिए जब प्रभु यीशु मसीह दूर हुए मानव जाति അത് ദൈവത്തോട് അടുപ്പിക്കുവാൻ വേണ്ടി प्रभु परमेश्वर से और अधिक करीब लाने के लिए യേശു കഷ്ടം സഹിച്ചെന്നാണ് പത്രോസ് പറയുന്നത്. प्रभु यीशु मसीह ने दुख सहा, ऐसा प्रेरित पौलुस कहता है. യേശു എന്തിനാണ് കഷ്ടം സഹിച്ചെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പല കാര്യങ്ങളിൽ കൂടി ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. प्रभु यीशु मसीह ने क्यों दुख सहा, ऐसे हम कई आयत पिछले हफ्ते में पढ़ रहे थे. എന്നാൽ നമ്മൾ വായിച്ച വാക്യത്തിൽ കൂടെ നമുക്ക് കാണുവാൻ കഴിയും യേശു കഷ്ടം സഹിച്ചത് നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുവാൻ വേണ്ടി. लेकिन परमेश्वर का वचन पढ़ते वहां इस प्रकार लिखा है कि प्रभु यीशु मसीह जो दुख सहा हमें प्रभु यीशु मसीह से और अधिक करीब लाने അതുകൊണ്ട് के लिए. ദൈവത്തെ അറിഞ്ഞ ദൈവത്തിന്റെ പൈതലെ നീ ദൈവകൃപയിൽ നിലനിന്നുകൊള്ളണം. इसलिए हमें प्रभु यीशु मसीह को जानकर प्रभु यीशु मसीह की कृपा में स्थिर खड़े रहना है. നമ്മൾ വായിച്ച വാക്യത്തിൽ കാണുവാൻ കഴിയും യേശു ഒരിക്കലായിട്ടാണ് കഷ്ടം സഹിച്ചത്. हमने पढ़े हुए उस वाक्य में लिखा है प्रभु यीशु मसीह ने कष्ट सहा. ഇനി പാപത്തിനു വേണ്ടി യേശു കഷ്ടം സഹിക്കുവാൻ മരിക്കുവാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരികയില്ല. अब कभी भी प्रभु यीशु मसीह दुनिया में कष्ट सहने के लिए नहीं आएगा. യേശുവിന്റെ കാൽവറി ക്രൂസിൽ വിശ്വസിച്ചുകൊണ്ട് നാം ദൈവമക്കളായി തീർന്നിരിക്കുന്നെങ്കിൽ, यदि हम उस खून बहाए हुए उस कलवरी की ओर देखकर हम प्रभु यीशु मसीह के भक्त बने हैं तो ഇനി നാം പാപം ചെയ്തിട്ട് ദൈവസന്നിധിയിൽ നിന്ന് പിന്മാറിപ്പോയാൽ इसलिए फिर हम पाप कर प्रभु यीशु मसीह से दूर चले जाएंगे. പാപത്തിന്റെ ശമ്പളമാകുന്ന മരണം വീണ്ടും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. उस समय प्रभु यीशु मसीह हमें उस मृत्यु रूपी पाप रूपी मृत्यु हमारे जीवन में देगा. വചനം പറയുന്നു പാപത്തിന്റെ ശമ്പളം മരണമാണ്. वचन कहता है कि पाप का जो മജ്ദൂരി, पाप की मजदूरी मृत्यु है. പാപത്തിന്റെ ശമ്പളം മരണമാണ്. पाप की जो मजदूरी वो मृत्यु है. പാപം ചെയ്യുന്ന ദേഹി മരിക്കുന്നെന്ന് ദൈവവചനം പറയുന്നു. परमेश्वर वचन कहता है कि पाप कर कर लोग मरते हैं. അങ്ങനെ വചനം പ്രകാരം ചിന്തിക്കുമ്പോൾ സകല മാനവ ജാതികളും പാപികളാണ്.
इस प्रकार वचन की अब चिंता करें तो सभी मानव जाति पापी है। റോമാലേഖനത്തിൽ പൗലോസ് അത് വ്യക്തമായി പറയുന്നുണ്ട്. रोमा किताब में प्रेरित वहां पर लिखता है, 3-ാം അധ്യായം പഠിക്കുമ്പോൾ എഴുതിയിരിക്കുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. वहाँ 3रे अध्याय में लिखा है कि कोई भी शुद्ध नहीं है, कोई भी मनुष्य शुद्ध नहीं है। എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. सभी लोगों ने पाप कर परमेश्वर का तेजस को नष्ट कर दिया है। വീണ്ടും വചനം പറയുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു വന്നു. फिर से वचन इस प्रकार कहता है कि ഏക മനുഷ്യനാൽ मतलब ആദാം മുഖാന്തരമാണ് പാപം ലോകത്തിൽ കടന്നു വന്നത്. आदम के द्वारा पाप इस दुनिया में आया, അപ്പോൾ ആദാമിൽ നിന്ന് ജനിച്ച സകല മാനവജാതികളും പാപികളാണ്. इसलिए आदम के द्वारा जन्मे सभी व्यक्ति पापी है। അങ്ങനെ പാപികളായിരിക്കുന്ന നമ്മെ രക്ഷിക്കുവാനാണ് യേശു ലോകത്തിൽ വന്നത്. इसलिए पापी रूपी हम लोगों की रक्षा करने के लिए प्रभु यीशु मसीह दुनिया में അപ്പോൾ ഈ आया। പാപത്തിന്റെ ശിക്ഷ പിതാവായിരിക്കുന്ന ദൈവം തന്റെ പുത്രന്റെ മേൽ കണക്കിട്ടു. इसलिए इस पाप को प्रभु परमेश्वर ने अपने पुत्र यीशु मसीह के ऊपर दिया। റോമാലേഖനം 8-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ रोमियो की किताब 8वें अध्याय हम पढ़ते हैं, ഇപ്പോൾ ക്രിസ്തേശുവിൽ ആയിരിക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. अब इस समय जो प्रभु यीशु मसीह में है उनके ऊपर कोई शिक्षा नहीं है। ഞാൻ പറഞ്ഞു, പാപം ചെയ്യുന്നവന്റെ ശമ്പളം, പാപത്തിന്റെ ശമ്പളം മരണമാണ്. जिस प्रकार मैंने कहा कि पाप की मजदूरी मृत्यु है, എല്ലാ മനുഷ്യരും പാപത്തിന്റെ ശമ്പളമായി മരണം ഏറ്റുവാങ്ങേണ്ടവരാണ്. सभी लोग पाप की मजदूरी के रूप में मृत्यु प्राप्त करने वाले എന്നാൽ हैं। ഒരു പാപി കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ लेकिन जब एक पापी प्रभु यीशु मसीह पर विश्वास करता है, അവന്റെ പാപത്തിന്റെ ശിക്ഷയാകുന്ന മരണം, उसके पाप की शिक्षा जो मृत्यु है, അല്ല പാപത്തിന്റെ ശമ്പളമാകുന്ന മരണം, पाप की मजदूरी मृत्यु, അത് അവനിൽ നിന്ന് മാറിപ്പോകുകയാണ്. उस मनुष्य के ऊपर से वो हट जाती है। എന്താണ് മരണം എന്ന് പറഞ്ഞാൽ? मृत्यु का मतलब क्या है? നമ്മൾ ഈ ശരീരത്തിൽ നിന്ന് നമ്മുടെ ആത്മാവ് വിട്ടുപിരിയുന്നതല്ല മരണം എന്ന് പറയുന്നത്. मृत्यु का मतलब ये नहीं कि हमने अपने शरीर से प्राण को अलग कर लिया। വചനം പഠിക്കുമ്പോൾ പലവിധത്തിലുള്ള മരണങ്ങളുണ്ട്. जब वचन पढ़ते तो कई प्रकार की मृत्यु के बारे में लिखा हुआ है। അതിലൊന്നാണ് നമ്മുടെ ആത്മാവും ശരീരം തമ്മിൽ വേർപിരിയുക. उसमें से एक है कि हमारे शरीर में से आत्मा को अलग हो जाना। അതിനാണ് നമ്മൾ സാധാരണ മരണം എന്ന് പറയുന്നത്. उसको हम एक जो नॉर्मल रूप से साधारण रूप से मृत्यु होती है वो कहते हैं, എന്നാൽ അതല്ല യഥാർത്ഥമായി മരണം എന്ന് പറയുന്നത്. लेकिन यथार्थ रूप से मृत्यु का मतलब वो नहीं है। വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം പഠിക്കുമ്പോൾ प्रकाशित वाक्य 21वें अध्याय जब हम पढ़ते हैं, രണ്ടാം മരണം എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ കാണുവാൻ കഴിയും. वहां पर दूसरे मृत्यु के बारे में बताया गया ഈ രണ്ടാം മരണം എന്ന് പറയുന്നത് തീപ്പൊയ്ക അഥവാ നരകമാണ്. ये दूसरे मृत्यु का मतलब है कि नरक। അപ്പോൾ നമ്മുടെ ശിക്ഷാവിധി എന്ന് പറയുന്നത്, മരണം എന്ന് പറയുന്നത് നരകമായിരുന്നു. और हमारी मृत्यु के बारे में जो बताया इसका मतलब है कि हम नरक के बारे में बताए। നരകത്തിന്റെ അകത്ത് പോയാൽ പിന്നെ മനുഷ്യൻ ഒരിക്കലും രക്ഷപ്പെടുവാൻ കഴിയത്തില്ല. उस नरक के अंदर जब मनुष्य चले जाता है फिर कभी उसका छुटकारा या उद्धार नहीं हो सकता। ഈ നരകത്തിൽ നിന്ന് വിടുവിക്കുവാനാണ് യേശു നമുക്ക് വേണ്ടി ലോകത്തിൽ വന്ന് ഘട്ടം സഹിച്ചത്. इस नरक से हम लोगों को बचाने के लिए प्रभु यीशु मसीह दुनिया में आकर दुख सहा। അപ്പോൾ ഇന്ന് ദൈവമക്കളാകുന്ന നമ്മൾ നമ്മുടെ രക്ഷയിൽ നമ്മൾ നിലനിന്നില്ലെങ്കിൽ, इसलिए हम लोग यदि प्रभु यीशु मसीह के इस उद्धार में स्थिर नहीं रहेंगे तो, അതെ വിശ്വാസത്തിൽ നമ്മൾ നിലനിന്നില്ലെങ്കിൽ, यदि विश्वास हम स्थिर खड़े नहीं रहेंगे കൃപയിൽ നമ്മൾ നിലനിന്നില്ലെങ്കിൽ, तो, यदि प्रभु यीशु मसीह कृपा में हम स्थिर नहीं रहेंगे, കർത്താവ് വരുമ്പോൾ നമ്മൾ പോയില്ലെങ്കിൽ, प्रभु यीशु मसीह जब आएगा तब उसके साथ हम नहीं जाएंगे तो അതെ ആ തീപ്പൊയ്ക രണ്ടാമത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയാണ്. वो उस नरक की अवस्था हम सबके जीवन में आने वाली है। ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കണം, परमेश्वर के लोग ये समझना जरूरी है, ഈ തീപ്പൊയ്കയിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ, इस आग से हमें बचाने के ഈ लिए, രണ്ടാം മരണത്തിൽ നമ്മെ വിടുവിക്കുവാൻ ये दूसरे मृत्यु से हमें बचाने के പിതാവാം लिए ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി ലോകത്തിൽ അയച്ച് प्रभु परमेश्वर ने अपने इकलौते पुत्र को इस दुनिया में भेजकर നമ്മുടെ ശിക്ഷയെല്ലാം പിതാവാം ദൈവം തന്റെ പുത്രന്റെ മേൽ ചുമത്തി. हम सबकी शिक्षा प्रभु परमेश्वर ने अपने इकलौते पुत्र के ऊपर रखकर, യശയ്യാവ് 53 പഠിക്കുമ്പോൾ അവിടെയും നമുക്ക് കാണുവാൻ കഴിയും, एशिया की किताब 53वें अध्याय पढ़े तो वहां पर लिखा हुआ है, പിതാവാം ദൈവം നമ്മുടെ എല്ലാ പാപങ്ങളെയും തന്റെ പുത്രന്റെ മേൽ ചുമത്തി. प्रभु परमेश्वर ने हम सबके पाप को प्रभु यीशु मसीह के ऊपर रख दिया। ഗെത്സമന തോട്ടത്തിൽ യേശു അലറിക്കരയുകയാണ്, यशमना वाटिका में प्रभु परमेश्वर പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റപ്പെടുത്തേണമേ. वहां पर यीशु मसीह परमेश्वर इस प्रकार प्रार्थना करता है कि यदि हो सकता तो इस पाप को मेरे ऊपर से हटा ले। ദൈവമക്കളെ, പാപത്തിന്റെ ശമ്പളമാണ് മരണമെന്ന് പറയുന്നത്. परमेश्वर के लोगों वहां पर लिखा हुआ है कि पाप की मजदूरी मृत्यु അപ്പോൾ है। യേശു പാപം ചെയ്തിട്ടില്ല, प्रभु यीशु मसीह ने कोई पाप नहीं किया, യേശുവിൽ പാപമില്ല. प्रभु यीशु मसीह में
कोई पाप അപ്പോൾ नहीं। യേശുവിന് മരിക്കുവാൻ കഴിയത്തില്ല. इसलिए प्रभु यीशु मसीह मर नहीं सकते। അതുകൊണ്ടാണ് പിതാവായിരിക്കുന്ന ദൈവം നമ്മുടെ എല്ലാവരുടെയും പാപം തന്റെ പുത്രന്റെ മേൽ ഒഴിക്കുവാൻ അല്ലെ കെട്ടിവെക്കുവാൻ ഇടയായി തീർന്നു. इसलिए प्रभु परमेश्वर ने हम सबके पाप को प्रभु यीशु मसीह के ऊपर रख दिया। അതാണ് ഗെത്സമനെ തോട്ടത്തിൽ യേശു നിലവിളിക്കാൻ കഴിയുമെങ്കിൽ ഈ പാപത്തിന്റെ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റണമേ. इसलिए इस समन वाटिका में प्रभु यीशु मसीह इस प्रकार परमेश्वर दुहाई देते कि हो सके तो इस पाप को मेरे ऊपर से हटा ले। ദൈവമക്കളെ, പാപമില്ലാത്ത പരിശുദ്ധനായിരിക്കുന്ന യേശു നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു. बिना किसी पाप सहे हुए प्रभु यीशु मसीह ने हमारे लिए पापी हुआ। യേശു പാപിയല്ല. प्रभु यीशु मसीह पापी नहीं है। യേശുവിനെ പാപി എന്ന് വചനത്തിലെങ്ങും കാണുവാൻ കഴിയത്തില്ല. वचन में कहीं भी नहीं लिखा है कि प्रभु यीशु मसीह पापी है। പിതാവാൻ ദൈവം പുത്രനെ പാപി ആക്കിയില്ല. प्रभु परमेश्वर ने प्रभु यीशु मसीह को पापी नहीं किया, അവനെ പാപമാക്കി. उसको एक पाप बनाया। നമ്മുടെ എല്ലാവരുടെയും പാപം പിതാവാൻ ദൈവം പുത്രന്റെ മേൽ വെച്ചപ്പോൾ हम सबके पाप को जब परमेश्वर ने प्रभु यीशु मसीह के ऊपर रखा तो നമുക്ക് ചില അനുഗ്രഹങ്ങളോട് ലഭിക്കുവാൻ ഇടയായി തീർന്നു. हमें कुछ आशीषें भी प्राप्त हुआ। ഒന്ന്, നമ്മുടേതായിരിക്കുന്ന ശിക്ഷാവിധി മാറി. एक तो कि हमारी जो ऊपर जो दंड की वो व्यवस्था थी वो हट गई। അതാണ് റോമർ 8:1 നമ്മൾ വായിക്കുന്നത്. റോമർ 8:1 വായിക്കുന്നത്, रोमर के 8वां अध्याय जब पढ़ते हैं तो ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. वहां पर इस प्रकार लिखा है कि जो प्रभु यीशु मसीह में उसके ऊपर कोई पाप की व्यवस्था नहीं। നമ്മുടെ പാപത്തിൻ്റെതായിരിക്കുന്ന എല്ലാ ശിക്ഷകളെയും हमारे पाप की सभी शिक्षा को പിതാവാൻ ദൈവം തന്റെ പുത്രന്റെ മേൽ ന്യായവിധിയായിട്ട് കണക്കിട്ടപ്പോൾ प्रभु यीशु मसीह ने अपने पुत्र के ऊपर जब रख दिया था, നമ്മുടെ ശിക്ഷാവിധി മാറിപ്പോയി. हमारे सभी दंड हमारे ऊपर से हट गए। നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ശിക്ഷാവിധി മാറ്റിത്തന്ന പിതാവാം ദൈവത്തിന്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. हमारे ऊपर से पाप हटाने वाले उस प्रभु परमेश्वर के लिए एक बार धन्यवाद दे कि उसने हमारे सभी पापों को प्रभु यीशु मसीह ഇന്ന് നമ്മൾ പാപിയല്ല. आज हम पापी नहीं हैं। ഇന്ന് നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. आज हम प्रभु यीशु मसीह के बच्चे हैं। ദൈവത്തോട് അടുക്കുവാൻ തടസ്സമായിരുന്ന പാപം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി. प्रभु यीशु मसीह के पास आने के लिए जो पाप हमारे बीच में था वो हमारे जीवन से हट गया। യേശുക്രിസ്തു പിതാവാം ദൈവവും നമ്മളെ തമ്മിൽ അടുപ്പിക്കുവാൻ ഇടയായി തീർന്നു. प्रभु यीशु मसीह ने प्रभु परमेश्वर को हमें पास लाने के लिए सहायता किया। നമ്മുടെ എല്ലാ ശിക്ഷാവിധികളും യേശു ഏറ്റെടുത്ത് കാൽവറിയിൽ മരിച്ചു. हमारे सभी पापों को प्रभु यीशु मसीह ने अपने ऊपर रखकर क्रूस पर बलिदान किया। അതുകൊണ്ട് രണ്ടാം മരണമായിരിക്കുന്ന തീപ്പൊയ്ക നമ്മിൽ നിന്ന് മാറിപ്പോയി. രണ്ടാമത്തെ മരണമായിരിക്കുന്ന തീപ്പൊയ്ക നമ്മിൽ നിന്ന് മാറിപ്പോയി. इसलिए हमारे ऊपर आने वाली दूसरी मृत्यु हमारे ऊपर से हट गई है। അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇനിയും പാപം ചെയ്യരുത്. इसलिए मैं इस वचन को शुरू से कह रहा हूँ कि आप पाप नहीं करना है। പാപം ചെയ്താൽ ഈ മരണം രണ്ടാമത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. यदि हमने पाप किया तो दूसरी मृत्यु हमारे जीवन അതിന് में आएगी। വ്യക്തമായ തെളിവുകൾ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. उसका कई प्रकार निशानी इस वचन में लिखा हुआ है। എബ്രായ ലേഖനം इब्रानियों की किताब 10-ാമത്തെ അധ്യായം इब्रानी किताब 10वां आयत അതിന്റെ 26 തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കും. എബ്രായർ 10:26 തൊട്ടുള്ള വാക്യങ്ങൾ. 10वां अध्याय उसके 26वां आयत से नीचे क्यों पढ़े तो उसके बारे में वहां पर लिखा हुआ है। इब्रानी किताब 10वां अध्याय उसका 26वां आयत से नीचे की ओर അവിടെ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്. वहां पर इस प्रकार लिखा है, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം, सच्चाई की पहचान प्राप्त करने के बाद, എന്ന് പറഞ്ഞാൽ സത്യം എന്തെന്ന് മനസ്സിലാക്കിയ ശേഷം, इसका मतलब यदि हम सच्चाई क्या है इसको जानने के पश्चात, അത് നമ്മൾ വിശ്വാസത്തിൽ വന്നതിന് ശേഷം, विश्वास में आने के पश्चात, ഇനി നമ്മൾ മനഃപൂർവമായിട്ട് പാപം ചെയ്താൽ, यदि हम जानबूझकर पाप करते हैं तो നമ്മൾ മനുഷ്യനാണ്, നമ്മിൽ പാപങ്ങളും പാപക്കറകളും വരും. हम मनुष्य, हमारे पाप और पाप की अवस्था आ सकती നമ്മൾ അറിയാതെ ചെയ്യുന്ന എല്ലാ പാപങ്ങളെയും കർത്താവ് ഇന്ന് ക്ഷമിക്കും. हम जाने अनजाने जो पाप करते हैं उसे प्रभु हमें उसे माफ करेगा। യോഹന്നാൻ പറയുന്നു, അവന്റെ പുത്രനെ യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപങ്ങളെയും പോക്കി കഴുകി വിശുദ്ധീകരിക്കുന്നു. यूहन्ना किताब में वहां लिखा हुआ है कि प्रभु यीशु मसीह हमारे पाप को देखकर उसे माफ करता है। നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെയും നടന്നിട്ടില്ല. ശരീരത്തിന്റെ ചുടുക്കാരം വീണ്ടെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ല. हमारे शरीर का छुटकारा अभी तक नहीं हुआ है। അതുകൊണ്ട് പാപം ചെയ്യുവാൻ സാധ്യതയുള്ള ശരീരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. इसलिए पाप करने की अवस्था हमारे शरीर में आ सकती है। പാപത്തിന്റെ ചിന്തകളും ആഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. पाप की चिंता, पाप की अवस्था हम सबके जीवन में आ सकती है। ന്യായപ്രമാണ പ്രകാരം ഒരുവൻ പാപം ചെയ്താലേ അവനെ പാപി എന്ന് പറയത്തുള്ളൂ. वचन के हिसाब से पाप करने वाले को ही हम पापी कह सकते हैं। എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ, लेकिन जब नए नियम की ओर आते हैं, നമ്മളെ പാപം എന്ന പ്രവൃത്തി ചെയ്തില്ലെങ്കിലും
यदि हम पाप रूपी पाप नहीं करते हैं, പാപത്തിന്റെ ചിന്തകൾ അകത്ത് വന്നാൽ നമ്മൾ പാപം ചെയ്തെന്നാണ് പുതിയ നിയമം പഠിപ്പിക്കുന്നത്. आप जो नया नियम है वहाँ इस प्रकार लिखा है कि यदि पाप की चिंता भी हमारे जीवन में आता है, इसका मतलब है कि हमने पाप किया है। യേശു അത് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. प्रभु यीशु मसीह व्यक्तिगत रूप से हमें वो पढ़ाता है। ആ പാപത്തിന്റെ ചിന്തയകത്ത് വന്നാൽ, പാപത്തെ കുറിച്ച് വിചാരിച്ചാൽ നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞു. यदि पाप के बारे में हम सोचते हैं, चिंता करते हैं, इसका मतलब यह है कि हमने पाप कर दिया। അത് ദൈവമക്കൾ, നമ്മൾ പാപം ചെയ്തില്ല, നമ്മൾ അറിയാതെ വന്ന പാപത്തിന്റെ കറകളാണ്. बिना सोचे समझे हमारे जीवन में जो पाप आता है, അങ്ങനെ വരുന്ന പാപങ്ങളെ യേശുവിന്റെ രക്തം ഇന്നും നമ്മെ കഴുകി വിശുദ്ധീകരിക്കുന്നു. इस प्रकार जो पाप आता है उस प्रकार पाप को प्रभु यीशु मसीह के लोग എന്നാൽ മനഃപൂർവമായിട്ട് നമ്മൾ പാപം ചെയ്താൽ, लेकिन जानबूझकर यदि हम पाप करते हैं, സത്യം എന്തെന്ന് അറിഞ്ഞിട്ട് നമ്മൾ പാപം ചെയ്താൽ, सत्य क्या है वो जानकर यदि हम पाप करते हैं, പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ പാപം ചെയ്താൽ, पाप की मजदूरी मृत्यु है जानकर यदि हम पाप करते हैं, വചനം പറയുന്നു ഇനി പാപത്തിനു വേണ്ടി ഒരു യാഗവും ശേഷിക്കുന്നില്ല. वचन कहता है कि इस प्रकार पाप के लिए कोई छुटकारा नहीं है। പത്രോസും പറയുന്നു യേശു ഒരിക്കലായിട്ടാണ് കഷ്ടം സഹിച്ചത്. पतरस भी कहता है कि प्रभु यीशु मसीह ने एक बार सबके लिए दुख सहा, അതുകൊണ്ട് ഇനി പാപത്തിനു വേണ്ടി ഒരു യാഗവുമില്ല. इसलिए पाप के लिए आप कोई भी छुटकारा नहीं है। പിന്നെ എന്താണ് പാപത്തിന്റെ ഫലമായിട്ട് കിട്ടുന്നതെന്ന് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. फिर हमें पाप के रूप में क्या मिलता है वहीं पर लिखा हुआ है। അതെ, ശിക്ഷാവിധിയാണ് നമ്മുടെ ജീവിതത്തിൽ ശേഷിച്ചിരിക്കുന്നത്. फिर पाप के रूप में हमें उसकी शिक्षा या दंड मिलता है। എബ്രായ ലേഖനം 6-ാം അധ്യായത്തിലും ഇത് തന്നെ നമുക്ക് കാണുവാൻ കഴിയും. इब्रानी किताब 6वां अध्याय में भी लिखा हुआ है। അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. इब्रानी किताब 6वां अध्याय उसका 6वां आयत में इस प्रकार लिखा हुआ है। 5 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. എബ്രായർ 6-ന്റെ 5 തൊട്ടുള്ള വാക്യങ്ങൾ. इब्रानी किताब 6वां अध्याय उसका 5वां आयत से नीचे की ओर, परमेश्वर के उत्तम वचन का और आने वाले युग की सामर्थ्य का स्वाद चख चुके हैं। यदि वे भटक जाएं तो उन्हें मन फिराव के लिए नया बनना अनहोना है, क्योंकि वे परमेश्वर के पुत्र को अपने लिए फिर क्रूस पर चढ़ाते हैं और प्रकट में उस पर कलंक लगाते हैं। ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, यहाँ पर हम देखते हैं രക്ഷയുടെ ദൂത് കേട്ട് രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി परमेश्वर के उत्तम वचन का और आने वाले युग के सामर्थ्य का जो स्वाद चख चुके हैं, ആ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോയാൽ, यदि विश्वास से हम भटक जाएं, ഇവിടെ എഴുതിയിരിക്കുന്നവൻ യേശുവിനെ രണ്ടാമതും ക്രൂശിക്കുന്നവനാണ്. वहाँ पर इस प्रकार लिखा है कि वे परमेश्वर के पुत्र को फिर से क्रूस पर चढ़ाते हैं। യേശുവിനെ രണ്ടാമത് ക്രൂശിക്കുവാൻ കഴിയത്തില്ല. യേശു ഒരിക്കലായിട്ടാണ് കഷ്ടം സഹിച്ചത്. प्रभु परमेश्वर को दूसरी बार फिर क्रूस पर नहीं चढ़ा सकते। प्रभु यीशु मसीह एक ही बार सबके लिए मरा। ഇതാണ് മോശയുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് പറയുന്നത്. यही एक अवस्था मूसा के जीवन में एक खबर आई थी। ആ ദൈവം ആദ്യം മോശയോട് പറഞ്ഞു, നീ പാറയെ അടിക്കുവാൻ പറഞ്ഞു. प्रभु परमेश्वर ने मूसा से कहा कि तू उस पहाड़ पर मार। രണ്ടാമത് അടിക്കാൻ പറഞ്ഞില്ല, കൽപ്പിക്കുവാനേ പറഞ്ഞുള്ളൂ. दूसरी बार परमेश्वर ने उसे मारने के लिए नहीं कहा। അത് വെള്ളം പുറപ്പെടുവാൻ പാറയോട് കൽപ്പിക്കുവാനാണ് പറഞ്ഞത്. वहाँ पर होने के लिए परमेश्वर ने कहा। എന്നാൽ മോശ എന്താണ് ചെയ്തത്? രണ്ടാമതും ആ പാറയെ അടിച്ചു. लेकिन मूसा ने ये किया, दूसरी बार फिर उस पहाड़ पर मारा। ഇത് യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തിന് നിഴലായിട്ട് നിൽക്കുകയാണ്. ये प्रभु यीशु मसीह का दूसरी मृत्यु के बारे में बताता है। അപ്പോൾ പാപം ചെയ്യുന്ന ഒരു വിശ്വാസി എന്താണ് ചെയ്യുന്നത്? इसलिए पाप करने वाला एक विश्वासी क्या करना ഈ है? മാധ്യമത്തിൽ കൂടെ കേൾക്കുന്ന വിശ്വാസികളെ ഞാനും നിങ്ങളും പാപം ചെയ്യുമ്പോൾ, मेरे द्वारा सुनने वाले जब विश्वासी जब आप और मैं पाप करते हैं, നമ്മൾ രണ്ടാമത് ക്രിസ്തുവിനെ ക്രൂശിക്കുകയാണ് ചെയ്യുന്നത്. हम लोग प्रभु यीशु मसीह को दूसरी बार क्रूस पर चढ़ाते हैं। അപ്പോൾ നമ്മൾ പാപം ചെയ്യരുത്. इसलिए हमें पाप नहीं करना। പാപം ചെയ്താൽ പാപത്തിന്റെ ശമ്പളമാകുന്ന തീപ്പൊയ്ക രണ്ടാമത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. वहाँ पर परमेश्वर का वचन कहता है यदि हम पाप करते हैं तो दूसरी बार फिर हमारे ऊपर परमेश्वर की दंड आएगा। പിന്നെ നമ്മെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് യേശു വരത്തില്ല. फिर हमें पाप से छुटकारा कर देने के लिए प्रभु यीशु मसीह नहीं आए। അതുകൊണ്ട് വചനം പറയുന്നു പാപം ചെയ്യരുത്. इसलिए वचन कहता है कि पाप हमें नहीं करना। ദൈവ കൃപയിൽ നമുക്ക് നിലനിൽക്കാം. प्रभु परमेश्वर की कृपा में हम स्थिर അതെ, रहें। പാപം ചെയ്തപ്പോൾ നമുക്ക് നഷ്ടമായ എല്ലാ ദൈവികമാകുന്ന അനുഗ്രഹങ്ങളെയും ദൈവം നമുക്ക് തിരികെ തരാൻ പോകുകയാണ്. पाप करने के पश्चात जो हमारे पर से कृपा आशीष नष्ट हो गई थी, प्रभु यीशु मसीह हमें लौटा कर ഞാൻ देने പറഞ്ഞു, वाला है। പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനിടയായി തീർന്നു. जो मनुष्य पाप किया प्रभु परमेश्वर दूर होता चला गया। പാപം ചെയ്തപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ അനേക നഷ്ട
നഷ്ടങ്ങൾ കടന്നു വരുവാനിടയായി जब തീർന്നു. मनुष्य ने पाप किया तो उसके जीवन में कई प्रकार के नष्ट आया। ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ എന്തെല്ലാമാണ് സംഭവിച്ചത്? यदन वाटिका में जब मनुष्य ने पाप किया तब क्या क्या बातें हुई? ഒന്നേ അവന് നിത്യജീവൻ നഷ്ടമായി. एक उसका जो नित्य जीवन था वो नष्ट हो ആ गया। ദൈവതുല്യമായ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തിയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. प्रभु परमेश्वर ने अपने से कुछ कम बनाया था मनुष्य। അതിലെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ उसका एक बात बताया था, ദൈവം നിത്യനാണ്. प्रभु यीशु मसीह हमेशा स्थिर रहने वाला है। ആ മനുഷ്യനെ സൃഷ്ടിച്ചത് നിത്യം 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 ജീവിക്കുവാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. प्रभु परमेश्वर ने जो मनुष्य की सृष्टि की वो हमेशा जीवित रहने के लिए की थी। പാപം ചെയ്തപ്പോൾ നിത്യജീവൻ നഷ്ടമായിട്ട് മരണം മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വന്നു. जब मनुष्य ने पाप किया तो मनुष्य के जीवन में मृत्यु आ गया। രണ്ട് ദൈവത്തിന്റെ തേജസ് മനുഷ്യന് നഷ്ടമായി. प्रभु परमेश्वर का जो तेजस मनुष्य के ऊपर था वो मनुष्य के ऊपर से नष्ट हो गया। ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു, उत्पत्ति की किताब में हम पढ़ते हैं, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കിയിരുന്നു. जब परमेश्वर ने मनुष्य की सृष्टि करके एदन वाटिका में അവൻ रखा, वस्ത്രം ഉടുത്തിരുന്നില്ല. मनुष्य ने कोई वस्त्र धारण नहीं എന്നിട്ടും किया। അവർക്ക് ലജ്ജ തോന്നിയില്ല. उसके पश्चात भी मनुष्य को कोई शर्म കാരണം नहीं എന്ത്? थी, ദൈവ തേജസ്സിനാൽ അവർ ചുറ്റപ്പെട്ടിരിക്കുകയായിരുന്നു. क्योंकि उस समय मनुष्य परमेश्वर के तेजस से चारों ओर बंधा हुआ था। ദൈവം തേജസ്സുള്ളത്, ദൈവത്തിന് തേജസ്സുള്ളത് പോലെ जिस प्रकार मनुष्य का तेजस या महिमा है, ആ തേജസ് മനുഷ്യനെ ദൈവം ഉടുപ്പിച്ചിരുന്നു. उस तेजस या महिमा को प्रभु परमेश्वर ने मनुष्य के ऊपर रखा था। ഏദൻ തോട്ടം മനുഷ്യന് നഷ്ടമായി. जब एदन वाटिका मनुष्य के लिए नष्ट हो गया, ആ ദൈവത്തോടുള്ള കൂട്ടായ്മ മനുഷ്യന് നഷ്ടമായി. प्रभु परमेश्वर के साथ जो संबंध था वो खत्म हो गया। എന്നേക്കുമായി മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനിടയായി തീർന്നു. हमेशा के लिए मनुष्य परमेश्वर से दूर हो गया। എന്നാൽ നമുക്ക് നഷ്ടമായതിനെ എല്ലാ പിതാവായിരിക്കുന്ന ദൈവം തന്റെ പുത്രൻ മുഖാന്തരം നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ തരികയാണ്. लेकिन जो चीजें परमेश्वर से मनुष्य को नष्ट होती है प्रभु यीशु मसीह के द्वारा हमें वापस देने जा रहा है। ഒന്ന് നമുക്ക് നഷ്ടമായ നിത്യജീവൻ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് തിരികെ ലഭിക്കുകയാണ്. एक तो ये है कि हमें जो नित्य जीवन था जो नष्ट हो गया था प्रभु यीशु मसीह के द्वारा हमें वापस ആ देने जा रहा है। നിത്യജീവൻ ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. वो एक हमेशा का जिंदगी हमें नहीं मिला है। നമ്മൾ ക്രിസ്തുവിലായപ്പോൾ നമ്മൾ നിത്യജീവന്റെ അവകാശികളായെന്നാണ് വചനം പറയുന്നത്. वचन कहता है जब हम प्रभु यीशु मसीह में हो गए तो हम नित्य जीवन के अवकाशी हो गए हैं। യേശുവിനെ നമ്മൾ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ प्रभु यीशु मसीह को जो हमें रक्षकर्ता के रूप में जब हमने स्वीकार किया, ആ മരണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിയിട്ട് जब मृत्यु हमारे जीवन से दूर हो गया, നിത്യജീവന്റെ അവകാശികളായി ദൈവം നമ്മെ തീർത്തു. हमेशा के जीवन के लिए प्रभु यीशु मसीह ने हमको चुना है। നമ്മുടെ നിത്യജീവൻ ഇപ്പോൾ എവിടെയാണ്? हमारा जो हमेशा का जीवन है वो कहाँ है? കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, कुलिस्सियों की किताब में प्रेरित पौलुस लिखता है, നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. हमारा जीवन प्रभु यीशु मसीह पर छिपा हुआ है। നമ്മുടെ ജീവനായകനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ആ നിത്യ തേജസ്സിലേക്ക് നാം പ്രവേശിക്കാൻ പോകുകയാണ്. जब प्रभु यीशु मसीह हमारे सामने प्रकट होगा तब हम उसमें प्रवेश करेंगे। അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വിശ്വാസികളെ, इसलिए मुझे सुनने वाले विश्वासी लोग, നിങ്ങളിൽ ഇതുവരെ നിത്യജീവന്റെ നിങ്ങൾ അവകാശികളാണ്. നിത്യജീവൻ ഇതുവരെ നിങ്ങൾ പ്രാപിച്ചിട്ടില്ല. आप लोगों ने अभी तक नित्य जीवन प्राप्त नहीं किया है। നിങ്ങൾ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ നിങ്ങൾ നിത്യജീവന്റെ അവകാശികളായി തീർന്നിരിക്കുകയാണ്. प्रभु यीशु मसीह को जो अपने रक्षकर्ता के रूप में चुना तब आप उस नित्य जीवन के अवकाशी या अधिकारी हो ഈ गए। നിത്യജീവൻ ലഭിക്കുന്നത് യേശു ലോകത്തിൽ നമ്മെ ചേർക്കുവാൻ കടന്നു വരുമ്പോഴാണ് നിത്യജീവൻ ലഭിക്കുന്നത്. जब हम नित्य जीवन प्राप्त करेंगे जब प्रभु यीशु मसीह दुनिया में आएगा, എന്ന് പറഞ്ഞാൽ യേശുവിന്റെ വരവിൽ എടുക്കപ്പെടുന്നവർക്കേ നിത്യജീവൻ ലഭിക്കുകയുള്ളൂ. इसका मतलब है कि जब प्रभु यीशु मसीह दुनिया में आएगा, जब जिनको साथ में ले जाएगा उनको ही प्रभु यीशु मसीह का नित्य जीवन मिलेगा। നമ്മൾ വളരെ ക്രിസ്ത്യ ജീവിതത്തെ വളരെ ഭയപ്പെടണം. നമ്മൾ इसलिए मसीह जीवन हमें बहुत डर के साथ रहना है। ആ വിശ്വാസ ജീവിതത്തെ വളരെ ഭയപ്പെട്ട് വേണം മുന്നോട്ട് പോകുവാൻ. इस मसीही जीवन में विश्वासी जीवन में डर के साथ हमें आगे बढ़ना है। നിത്യജീവൻ നഷ്ടമായാൽ ലഭിക്കുന്നത് നിത്യമായ നരകമാണെന്ന് മറന്നു പോകരുത്. हमें यह नहीं भूलना है कि यदि हमने मसीह जीवन को छोड़ दिया तो हमारे लिए नरक का जीवन ही शेष है। ആ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, परमेश्वर का वचन इस प्रकार हमें सिखाता है। ദൈവം മനുഷ്യനെ ഉണ്ടാക്കി प्रभु परमेश्वर ने मनुष्य की നിത്യതയും അവന്റെ അകത്ത് വെച്ചിരിക്കുകയാണ്. प्रभु परमेश्वर जो मनुष्य की എല്ലാ മനുഷ്യന്റെ അകത്തും ഒരു നിത്യതയുണ്ട്. हर एक मनुष्य के जीवन में एक नित्यता है। നിത്യത എന്ന് പറഞ്ഞാൽ मनुष्य का एक नित्य जीवन का मतलब എന്നേക്കുമായി ജീവിച്ചിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം എന്ന് उसका പറയുന്നത്. मतलब है कि हमेशा के लिए जीवित रहना। എന്നാൽ ഇത് രണ്ട് നിത്യതകളുണ്ട്. इसमें दो प्रकार का नित्यता के बारे में बताया ഒന്ന് गया। ക്രിസ്തുവിലുള്ള നിത്യത,
एक प्रभु यीशु मसीह में जीवित रहना, രണ്ട് നിത്യമായിരിക്കുന്ന നരകം. एक हमेशा के लिए नरक में जीवित रहना. അത് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം നമുക്ക് ഭൂമിയിലുണ്ട്. हमें क्या चुनना है, भूमि में रहते समय हम चुन सकते हैं. അതുകൊണ്ട് നിത്യജീവനെ നാം നഷ്ടമാക്കി കളയരുത്. इसलिए हमेशा के लिए प्राप्त होने वाले उस जीवन को हमें नाश नहीं होने പൗലോസ് देना. തീമോഥെയോസിനോട് പറയുന്നു, നിത്യജീവനെ നീ പിടിച്ചുകൊള്ളുക. प्रेरित पौलुस कहता है कि नित्य जीवन को हमेशा നീ पकड़े रहे. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. विश्वास से अच्छा एक दौड़ अब दौड़ चुके हैं. ദൈവമക്കളെ, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുമ്പോൾ നമ്മുടെ നിത്യജീവനെ നമ്മൾ പിടിച്ചുകൊള്ളണം. जब विश्वास के हम अच्छी दौड़ दौड़ते हैं तो एक हमेशा के लिए प्राप्त होने वाले जीवन को हमें पकड़े നമ്മുടെ रहना है. നിത്യജീവൻ നമ്മൾ പ്രാപിക്കാൻ പോകുകയാണ്. एक हमेशा के लिए प्राप्त होने जिंदगी हमें मिलने वाली है. മരണമില്ലാതെ നിത്യയുഗങ്ങൾ നമ്മുടെ ദൈവത്തോടു കൂടെ നമ്മൾ വാഴാൻ പോകുകയാണ്. हाँ, बिना किसी मरे हम प्रभु यीशु मसीह के साथ रहने वाले हैं. നമ്മുടേതായിരിക്കുന്ന തേജസ് നമ്മൾ തിരികെ പ്രാപിക്കാൻ പോകുകയാണ്. हमारा महिमा रूपी तेजस हमें वापस मिलने वाला ഈ है. നിത്യതയും തേജസ്സും കൂടെ ഒരുമിച്ചാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. जब ये महिमा रूपी तेजस और जब बिना मरने वाली जिंदगी हमें मिलने ഈ वाली है. തേജസ് എപ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്? ये तेजस हमें कब मिलने वाला है? 1 കൊരിന്ത്യർ 15:52 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ पहला कुरिन्थियों 15 अध्याय से 52 आयत से नीचे की ओर पढ़ते हैं. അന്ത്യമായിരിക്കുന്ന കാഹളം ധ്വനിക്കുമ്പോൾ जब आखिरी तुरही जब फूकी जाएगी, ഈ നമ്മുടേതായിരിക്കുന്ന ശരീരത്തിന് മാറ്റം വരികയാണ്. उस समय हमारे शरीर में कई प्रकार के വചനം चेंजेस आने वाले हैं. കൊരിന്ത്യ ലേഖനം നമ്മൾ 15-ാം അധ്യായം പഠിക്കുമ്പോൾ कुरिन्थियों किताब 15वां अध्याय जब पढ़ते हैं, ഏഴകൾ കംജോരികൾ ഈ ശരീരത്തിനുണ്ട്. कई प्रकार की कमजोरी हमारे शरीर में है. എന്നാൽ നമ്മൾ തേജസ്സിന്റെ ശരീരം പ്രാപിക്കുമ്പോൾ जब उस महिमा रूपी तेजस के शरीर में मिलेगा, ഏഴുവിധമായ ഉയർച്ചകൾ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിക്കാൻ പോകുകയാണ്. कई प्रकार का अनुग्रह हमें मिलने वाला है. ആമേൻ. റോമാലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, रोमियो की किताब 8वें अध्याय में प्रेरित पौलुस നമ്മിൽ कहता है, വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ हमारे पर प्रकट होने वाला तेजस के बारे में सोचे तो യുഗത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. हमें इस दुनिया में मिलने वाले जो दुख है वो उसके सामने कुछ भी 2 नहीं. കൊരിന്ത്യർ 4:17 പൗലോസ് പറയുന്നു, दूसरा कुरिन्थियों 4 के बारे में प्रेरित തൊടി पौलुस कहता है, നേരത്തേക്കുള്ള ലഘുവായ കഷ്ടങ്ങൾ അത്യന്തമായ നിത്യതേജസ്സിന്റെ ഘനം ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുകയാണ്. कुछ समय के तो कष्ट के सामने जो हमें नित्य जीवन मिलने वाला है वो ദൈവമക്കളെ, നമ്മുടെ എല്ലാ കഷ്ടങ്ങളും തീരാറായി. परमेश्वर के लोगों हम सबके कष्ट എല്ലാ दूर होने वाले വേദനകളും തീരാറായി. हैं. सभी दुख दूर होने वाले എല്ലാ हैं. കണ്ണുനീരും തീരാറായി. हमारी आंखों के आंसू पोंछने നമ്മുടെ वाले हैं. യേശു വെളിപ്പെടാൻ പോകുകയാണ്. हमारा प्रभु यीशु मसीह प्रकट होने നമ്മൾ वाला है. നിത്യ തേജസ് പ്രാപിക്കാൻ പോകുകയാണ്. हमें नित्य जीवन मिलने वाला है. മധ്യാകാശത്തിൽ നിന്നുകൊണ്ട് കാഹളനാദം ഊതുമ്പോൾ आकाश के मध्य में जो खड़े होकर तुरही फूकी जाएगी. 1 തെസ്സലോനിക്കർ 4:16 നമുക്ക് കാണുവാൻ കഴിയും. पहला तिस्सलुनीके 4 का 16 കർത്താവ് താൻ ഗംഭീരനാദത്തോടും प्रभु परमेश्वर एक तुरही के साथ പ്രധാന ദൂതന്റെ ശബ്ദത്തോടും अपने दूतों के उस तुरही के शब्दों के साथ ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ प्रभु यीशु मसीह तुरही की आवाज से जब स्वर्ग से उतरेगा, രണ്ട് കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. दो बातें वहां होने वाली ഒന്ന്, മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. जो परमेश्वर के नाम में मरे हैं वो सब जी उठेंगे. ജീവനോടെ ശേഷിക്കുന്ന നമ്മൾ രൂപാന്തരപ്പെടുവാനിടയായി തീരും. जो जीवित है वो प्रभु यीशु मसीह के नाम से उठा लिए അന്നാണ് जाएंगे. നമ്മൾ തേജസ് ധരിക്കുന്നത്. उस समय हमें महिमा का तेज അന്നാണ് मिलेगा. നമ്മൾ നിത്യജീവൻ പ്രാപിക്കുന്നത്. उस समय हमें हमेशा के लिए मिलने वाला जीवन मिलेगा. നമ്മുടെ യേശു വരാറായി. हमारा प्रभु यीशु मसीह आने നമ്മുടെ वाला है. തേജസ് നമ്മൾ തിരികെ പ്രാപിക്കാൻ പോകുകയാണ്. हमारा महिमा रूपी तेजस हमें നമ്മൾ वापस मिलने वाला है. നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. हम एक नित्य जीवन में प्रवेश करने वाले हैं. അതിനുവേണ്ടിയാണ് യേശു ലോകത്തിലേക്ക് വന്ന് കഷ്ടങ്ങളെ സഹിച്ചത്. इसलिए प्रभु यीशु मसीह दुनिया में आकर कष्टों को सहा. അത് കേട്ട വചനത്തിനു മുമ്പാകെ നമ്മെ തന്നെ ഒന്ന് താഴ്ത്താം. हमने जो वचन सुना उसके सामने अपने आप को समर्पित करें. എന്തിനാണ് യേശു കഷ്ടം സഹിച്ചത്? प्रभु यीशु मसीह ने क्यों कष्ट കഴിഞ്ഞ सहा? ആഴ്ച ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞു. पिछले हफ्ते मैंने कई എന്നാൽ बातें ഇന്ന് बताई. വായിച്ച വാക്യത്തിൻ പ്രകാരം लेकिन आज पढ़े उस वाक्य के अनुसार നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാൻ, हमें अपने आप को प्रभु परमेश्वर के और एक करीब लाने നഷ്ടപ്പെട്ട के लिए, സ്വർഗീയമായ അനുഗ്രഹങ്ങൾ തിരികെ തരുവാൻ, हमारे लिए जो स्वर्गीय आशीष नष्ट की उसको वापस प्राप्त करने के लिए, ഒന്ന് നമ്മുടെ നിത്യജീവൻ നഷ്ടമായത് നാം തിരികെ പ്രാപിക്കാൻ പോകുകയാണ്. पहला जो हमें नित्य जीवन हमारा नष्ट हो गया उसे वापस पाने के लिए, രണ്ട്, നമ്മുടെ തേജസ് നഷ്ടമായത് തിരികെ പ്രാപിക്കാൻ പോകുകയാണ്. महिमा रूपी तेजस हमें वापस मिलने के लिए, മൂന്ന്, ഏദൻ തോട്ടം നഷ്ടമായി. तीसरा जो एदन वाटिका नष्ट हो गया, ആത്മീയമായി ചിന്തിക്കുമ്പോൾ ഏദൻ തോട്ടം നമ്മൾ തിരികെ പ്രാപിച്ചിരിക്കുകയാണ്. आत्मीय रूप से मनन करे तो एदन वाटिका हम वापस मिल गया. അത് സക്രിയ പ്രവചനം 13-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും. जकरिया की किताब 13वां अध्याय पढ़े तो അവിടെ കാണുവാൻ കഴിയുന്നത് പുത്രനായ യേശുവിന്റെ മേൽ ന്യായവിധിയുടെ വാൾ വന്നു വീഴുകയാണ്. वहां पर इस प्रकार लिखा है, प्रभु यीशु मसीह के दंड की तलवार वहां पर आ पहुंची है. മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് मनुष्य को उस एदन वाटिका से बाहर निकाल कर കെരൂബുകളെ ജ്വലിക്കുന്ന അല്ലെങ്കിൽ കത്തുന്ന മിന്നുന്ന വാളുമായിട്ട് അവിടെ നിർത്തിയിരിക്കുകയാണ്.
ഇരിക്കുകയാണ്. एक ज्वलनशील तलवार के साथ वहां पर स्वर्गदूत खड़े हैं। ആരും അതിലേക്ക് ഇനി പ്രവേശിക്കുവാൻ കഴിയത്തില്ല. उस वाटिका में कोई भी प्रवेश अब नहीं ആ कर सकता। ജീവവൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കാതെ ജീവൻ നിത്യജീവൻ ലഭിക്കത്തുമില്ല. बिना जीवन के वृक्ष का उस फल को प्राप्त किए नित्य जीवन मिलेगा भी नहीं। ആത്മീയമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ आत्मीय रूप से मनन ഈ करें ജീവവൃക്ഷത്തിന്റെ ഫലം നമുക്ക് തിന്നാൻ തരുവാൻ इस जीवन रूपी वृक्ष का फल हमें खाने के നമ്മുടെ लिए। കർത്താവായ യേശു ക്രിസ്തു ഏദൻ തോട്ടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ हमारा प्रभु यीशु मसीह जब इस एदन वाटिका पर ആ आया, മിന്നിത്തിരിയുന്ന വാൾ യേശുവിന്റെ മേൽ വീഴുവാനിടയായി തീർന്നു. वो ज्वलनशील तलवार प्रभु यीशु मसीह के ऊपर गिर गया। ഈ ജീവവൃക്ഷം നമ്മുടെ കർത്താവ് തന്നെയാണ്. ये जो एदन जीवन रूपी वृक्ष है ये हमारा प्रभु यीशु मसीह। ആമേൻ. ഈ ജീവവൃക്ഷം നമ്മൾ ആത്മീയമായി തിരികെ പ്രാപിച്ചിരിക്കുകയാണ്. ये जो जीवन का वृक्ष है आत्मिक रूप से हमें फिर से मिल चुका है। അക്ഷരമായി പുതുവാന ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ജീവവൃക്ഷത്തിന്റെ ഫലത്തെ നമ്മൾ തിന്നാൻ പോകുകയാണ്. जब प्रभु यीशु मसीह दुनिया में आएगा तो इस जीवन रूपी वृक्ष को हम फिर से खाने वाले हैं। നാളെ ദൈവത്തോടുള്ള കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിരുന്നു. जब हमारे जीवन में प्रभु यीशु मसीह के प्रति जो എന്നാൽ ആത്മീയമായി നമുക്കിപ്പോൾ ദൈവത്തോട് കൂട്ടായ്മയുണ്ട്. लेकिन आत्मिक रूप से प्रभु यीशु मसीह के साथ നമുക്ക് हमारे संबंध ദൈവത്തോട് ഇപ്പോൾ അടുത്ത് ചെല്ലുവാൻ കഴിയും. ദൈവത്തോട് ഇപ്പോൾ അടുത്ത് ചെല്ലുവാൻ കഴിയും. हैं। अभी हमें प्रभु यीशु मसीह के करीब जा सकते हैं। കൃപാസനം വരെയും അടുത്ത് ചെല്ലുവാൻ കഴിയും. ഏത് ദുഃഖങ്ങളും ഭാരങ്ങളും ഉണ്ടെങ്കിലും നമുക്ക് ദൈവത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ ഇടയായി किसी തീരും. प्रकार किसी प्रकार दुख तकलीफ क्यों ना हो, लेकिन हम प्रभु परमेश्वर के समीप जा सकते हैं। എന്നാൽ അക്ഷരീയമായി നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ആ കൂട്ടായ്മ അനുഭവിക്കാൻ പോകുകയാണ്. इसलिए हम प्रभु यीशु मसीह के सामने एक संबंध के साथ खड़े होने वाले हैं। അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. इसलिए इस वचन के साथ प्रभु यीशु കേട്ട मसीह हमें सहायता വചനത്തിനു മുമ്പ് നമ്മെ തന്നെ താഴ്ത്താം. करें। जो वचन हमें सुना उसके सामने हम अपने आप को समर्पित ഒൻപതാമത്തെ करें। വാക്യം കർത്താവ് അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിൽ ചിന്തിക്കാം. നമ്മൾ വായിച്ച വാക്യം. आज जो अपने वाक्य पर उसका 9वां आयत प्रभु यीशु मसीह ने चाहा तो हम अगले എന്നാൽ हफ्ते ഇന്ന് मनन करें। വൽക്കാലം ദൈവം നൽകി തന്ന വചനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. इसलिए प्रभु यीशु मसीह ने जो आज वचन हमें दिया उसके लिए हम ഈ धन्यवाद दें। മാധ്യമത്തിൽ കൂടി ഈ വചനം ആരെങ്കിലും രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ इस वचन को जो भी लोग सुनते हैं, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു കാൽവറിയിൽ മരിച്ചത്. आप सबकी रक्षा के लिए, उद्धार के लिए प्रभु यीशु मसीह, യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുമ്പോൾ जब प्रभु यीशु मसीह को उद्धारता के रूप में स्वीकार പാപത്തിന്റെ करते हैं, ശമ്പളമായ മരണം നിങ്ങളിൽ നിന്ന് മാറിപ്പോകും. उस पाप रूपी मजदूरी आपके ऊपर हट जाए। നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കും. आप सबको एक नित्य जीवन मिलेगा, നിങ്ങൾക്ക് തേജസ് ലഭിക്കും. महिमा रूपी तेजस प्राप्त होगा। ദൈവത്തോടുകൂടെ നിത്യമായി നിങ്ങൾക്ക് വാഴുവാൻ കഴിയും. प्रभु यीशु मसीह के साथ आप हमेशा के लिए रह അല്ല, सकते हैं। ദൈവവചനത്തെ നീ തിരസ്കരിച്ചു കളഞ്ഞാൽ लेकिन यदि परमेश्वर के वचन को आप नहीं मानेंगे, നിത്യമായ നരകമാണ് നിന്റെ ജീവിതത്തിൽ ലഭിക്കുന്നത്. हमेशा के लिए प्राप्त होने वाला नरक आपको ഏത് मिलेगा। വേണം തിരഞ്ഞെടുക്കാനുള്ള സമയമാണ് ഈ ലോക ജീവിതം എന്ന് പറയുന്നത്. आपको क्या चाहिए उसमें से आप चुन सकते हैं। രക്ഷ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമെന്ന് തിരുവചനം വിളിച്ചു പറയുന്നു. परमेश्वर का वचन कहता है कि रक्षा सिर्फ प्रभु यीशु मसीह की ओर से, മറ്റൊരുത്തനിലും രക്ഷയില്ല. किसी और के द्वारा नहीं मिल सकती। രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മേലിൽ ഒരേ ഒരു നാമം, യേശുവിന്റെ നാമം. रक्षा प्राप्त करने के लिए आकाश के नीचे भूमि के ऊपर एक ही नाम है, प्रभु यीशु मसीह। യേശുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുക. प्रभु यीशु मसीह को विश्वास का कर उद्धार ഈ प्राप्त हो। വചനം കേൾക്കുന്ന വിശ്വാസികളെ, इस वचन को सुनने वाले विश्वासी हो, നിങ്ങൾ രക്ഷയിൽ നിലനിന്നുകൊള്ളണം. आप लोग प्रभु यीशु मसीह को उद्धार में അതുകൊണ്ട് स्थिर रहें। വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കെ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. इसलिए ध्यान से आप इस वचन को सुने। നമ്മുടെ യേശു വരാറായി. हमारा प्रभु यीशु मसीह आने वाला നഷ്ടമായ എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും അക്ഷരീയമായി ഞാൻ തിരികെ പ്രാപിക്കാൻ है। പോകുകയാണ്. स्वर्ग की सभी आशीष जो हमने खो दिया तो फिर हमें मिलने वाला है। യേശുവിന് ഈ പാപികൾക്ക് വേണ്ടിയല്ല വരുന്നത്. प्रभु यीशु मसीह आप पापियों के लिए नहीं आएगा। എബ്രായ ലേഖനം 9 പറയുന്നു, പാപം കൂടാതെ ജീവിക്കുന്ന അല്ലെങ്കിൽ തനിക്കായി കാത്തിരിക്കുന്ന തന്നെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു വരികയാണ്. इब्रानी किताब में लिखा है कि बिना पाप किए जो प्रभु यीशु मसीह का इंतजार करता है उनके लिए प्रभु यीशु मसीह। അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. हम अपने आप को उसके लिए तैयार ഈ करें। വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. इस वचन के द्वारा प्रभु यीशु मसीह हमें सहायता